എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡയമണ്ട് കട്ട്സിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 1 കപ്പ് മൈദാമാവ്. മൈദാമാവിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഉരുക്കിയ നെയ്യാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മൾ ലാസ്റ്റിൽ പാനി ആക്കിയിട്ടോ അല്ലെങ്കിൽ പൊടിച്ചോ ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതേപോലെ ചെറു ചൂടുവെള്ളത്തിൽ വേണമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസം ഒന്നുമില്ല. അപ്പം നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ട് കാണാം. ഇപ്പം ഇത് നല്ലപോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുഴച്ച ഉടനെ തന്നെ നമ്മളെടുത്ത് പരത്തി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് പരത്താൻ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ ലൈറ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണം. കാരണം വെളിയിൽ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട്, ചപ്പാത്തിക്ക് എടുക്കുന്ന ബോൾസിനേക്കാളും ഇച്ചിരൂടെ വലിയ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ പരത്തി, ഇത് കണ്ടോ അറ്റം നമ്മൾ ഇച്ചിരി കട്ടിയായി പോയോണ്ട് അവിടെ മടങ്ങി വരുന്നത്. അങ്ങനെ വരാതെ നല്ല നൈസായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ക്രോസ് ഒരു നൈഫ് കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം ഡയഗണലി വേണം, ഒരിക്കലും നേരെ മുറിക്കരുത്. ഡയഗണലി അതിന് ക്രോസ് ആയിട്ട് വീണ്ടും മുറിച്ചെടുക്കണം. അപ്പം നല്ല പെർഫെക്റ്റ് ഡയമണ്ട് ഷേപ്പ് കിട്ടുന്നതായിരിക്കും. വളരെ എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണം. നമ്മുടെ ആ കട്ടിയുള്ള ഭാഗം കണ്ടോ, അതങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ നല്ല ഡയമണ്ട് ഷേപ്പിന് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ പൊങ്ങി വരുന്നത്. ഇട്ട ഉടനെ തന്നെ നല്ല ചൂടും അതേപോലെ തീയും ഒക്കെ പരുവത്തിനാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ പൊങ്ങി വരും. അപ്പം തന്നെ ഒരു കളർ മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് നിങ്ങൾ കാണുന്നില്ലേ, ഇത് നമ്മൾ കോരി കഴിയുമ്പോൾ ഇച്ചിരൂടെ കളർ മാറിയിട്ട് ഒരിത്തിരൂടെ ബ്രൗൺ ആകും. അപ്പം ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഒരിക്കലും ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് മാറി നിൽക്കാൻ പാടില്ല. കാരണം ഇതെപ്പോഴാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അപ്പം തന്നെ നമ്മളത് കോരണം. ഇതിപ്പോൾ ഞാനൊരു സ്റ്റെയിനറിനകത്തോട്ട് ഇട്ടേക്കാണ്, എണ്ണയൊന്ന് വലിഞ്ഞു പോകാൻ വേണ്ടി. ഇതിൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല, ഇതിപ്പോൾ കോരി ഇട്ടതിൻ്റെയാണ് മണ്ടയ്ക്ക് കാണുന്നത്. അതൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണയെല്ലാം വലിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഈ ചൂടായിട്ടുള്ളത് കോരി ഇടുന്ന സമയത്ത് തന്നെ പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നല്ലപോലെ എല്ലാം എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര പാനി ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ടാണ് പൊടിച്ച് ചേർക്കാഞ്ഞ്. പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അത് ചൂടോടെ തന്നെ ചേർക്കണം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അഭിപ്രായം പറയുക. ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ കാര്യം. ചേച്ചി വീഡിയോ എടുക്കട്ടെ, ഇതൊന്ന് വരയ്ക്കട്ടെ, കാണാവോ? ഇപ്പൊ നമ്മള് 2 മണിക്കൂറിന് സ്റ്റാർട്ട് ചെയ്തു. 15 മിനിറ്റിന് ഇത് ഡയമണ്ട് ഉണ്ടാക്കാനാ. യോഹാന് കഴിക്കാൻ വേണ്ടിട്ടാ. വലിയ പപ്പടമല്ലോ, വലിയ പപ്പടം. ഇനിയുണ്ട്. ചപ്പാത്തി അല്ലല്ലോ ഇത്. മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ട് ഡയമണ്ട്.